വെപ്രാളം ജോസ് ആളായിരുന്നടാ. പുറകെന്ന് കുത്തില്ല, തന്തയ്ക്ക് പറഞ്ഞവനാ. നീ എന്നെ കൂലിക്ക് തല്ലിച്ചു. ഞാൻ നിന്നെ നാട്ടുകാരുടെ മുന്നിൽ അടിക്കും. തന്നിച്ചോ തോമസേട്ടനെ ചോദിച്ചതിന് സേതുമാധവൻ തല്ലി തവിട് പൊടിയാക്കുന്നു. എവിടെ? ടൗണില്. ഒന്നും ചെയ്യരുത്. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇനി ഒരുത്തരെന്റെ ദേഹത്തോട്ടാ ഞാൻ അവനെ കൊന്നിട്ടേ പോവും. ഇത് പഴയ സേതുമാധവനല്ല, കൊന്നും കൊടുത്തും പേടി തീർന്നവനാ. എന്താ പോലീസ്? എനിക്കറിയില്ല. എന്താ സാറേ? തനിക്കറിയില്ലല്ലേ? തന്റെ മോനെന്താ അവിടെ ഗുണ്ടായസം കളിക്കാൻ നോക്ക? ഈശ്വര, സേതു എന്തുവാ ചെയ്തത്? ഇവിടെയെങ്കില്ല സാർ. എവിടോ തന്റെ മോൻ? ഞങ്ങൾക്ക് അറിയില്ല സാറേ, അവനോട് വരാറില്ല. അവൻ എന്ത് കുറ്റം ചെയ്തത് സാറേ? ഒരു കാര്യം മനസ്സിലാക്കിയോ, അവൻ എന്റെ രക്ഷപ്പെടില്ല. ഏത് നരകത്തിൽ പോയി വിളിച്ചാലും ഞാൻ പിടിക്കും. പിന്നെ നല്ല നിലയിൽ അവനെ നിങ്ങൾക്ക് കിട്ടില്ല. സാറിന് ഇഷ്ടം പോലെ ചെയ്യാം. എന്താ ഉണ്ടായെന്നൊന്ന് അന്വേഷിക്കച്ച. എന്തിന്? ലോകത്ത് പലതും ഉണ്ടാകുന്നുണ്ട്. എനിക്കതൊന്നും അന്വേഷിക്കാൻ നേരമില്ല. എന്തൊക്കെ
മുഖം ഞാൻ കാണണം എന്റെ ഈശ്വര. കരയണ എന്തിനാടി? നമുക്ക് അങ്ങനെ ഒരു മോനില്ല. ഉണ്ടായിരുന്നു, ചത്തുപോയി. എനിക്കൊരു വിഷമമില്ല, എനിക്കൊരു വിഷമമില്ല. ഭക്ഷണമൊക്കെ കഴിച്ചോ? ഇല്ല. അപ്പോ നാളെ എന്റെ വക്കീൽ വരും, പോലീസ് സ്റ്റേഷൻ ഹാജരാകും. ആ ഇടിയൻ ജോൺ ആള് മഹാചെറ്റയാ, കൈ കിട്ടി ഇടിച്ച് പഞ്ചറാക്കും. ഹേയ്, അതൊന്നുമില്ല. ഞാൻ ഡിവൈഎസ്പി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ട ആളാ, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പേടിയൊന്നുമില്ല എനിക്ക്. ഏതായാലും രാമപുരത്താകെ ഒരു ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. ഈ ചൂടില് ആ റേഞ്ച് മൊത്തം ഒന്ന് കറങ്ങണം. സേതുമാധവൻ എന്റെ ആളാണെന്ന് നാട്ടുകാരൊക്കെ ഒന്ന് അറിയട്ടെ. എന്താ? കറങ്ങാം. എന്നാ പിന്നെ ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങിക്കോ. ആ പിന്നെ മറ്റോ വല്ലതും വേണമെങ്കിൽ വാൾ പറഞ്ഞാ മതി. ആ ശരി. ആ അപ്പോ പറയല്ലേ എന്താ? മറ്റവൻ ഉള്ളിൽ വല്ല പേടിയോ വേവലാതെ ഉണ്ടെങ്കിൽ നല്ലതാ, നല്ല ഉറക്കം കിട്ടും. എന്താ പറയണ്ടേ? ബ്രാൻഡിയോ വിസ്കിയോ റമ്മോ? ഏതും. ഒരു 100 കൂടെ എടുക്കട്ടെ? വേണ്ട, ഒരു ധൈര്യത്തിന് ഇത് മതി. എനിക്കോ? അല്ല, ഒരു ധൈര്യമായില്ലേ? ഒരു പോലീസ് സ്റ്റേഷനിലേക്കും കോടതിയിലേക്കും നമ്മൾ പോകുന്നത്. അതുകൊണ്ടല്ലേ സാർ ഇത്തിരി ധൈര്യം വേണം തോന്നിയത്. സാർ, ഇയാളെ പോലുള്ള ചെറ്റകളെ സല്യൂട്ട് ഉണ്ട് പറഞ്ഞാൽ നമ്മളെ പോലുള്ള ഒരു ഗതികേട്. കുത്തിക്കൊന്നാലും ബലാത്സംഗം ചെയ്താലും പിടിച്ചു പറിച്ചാലും അപ്പൊ ഒരു ഫോൺ. CI മൂലം മേലോട്ട് അയച്ചു വരെ, മുഖ്യമന്ത്രി മൂലം താഴെ കച്ചത്ത് ഡയറിയും വെച്ച് നെഞ്ഞത്ത് പേനയും കുത്തി കിടക്കണ ഊച്ചാലി രാഷ്ട്രീയക്കാരൻ വരെ. സാർ, നമ്മളൊന്നും വിചാരിച്ചാൽ ഈ നാട് നന്നാവില്ല. ഇതൊരു ജോലി, അങ്ങനെ വിചാരിക്കാൻ നല്ലേ. ഞാൻ അഡ്വക്കേറ്റ് സക്കറിയ തോമസ്. സാർ അയ്യോ, സാറുമാരെന്താ വന്ന കാലം നിക്കണേ? ഇരുന്നാലും വേണോ? വേണ്ട അല്ലേ? നിനക്ക് ഇരിക്കണോടാ? ഇരുത്താൻ നിന്നെ ഞാൻ. ഡിവൈഎസ്പി വിളിച്ചിരുന്നല്ലോ അല്ലേ? ഇവരെ കോടതിയില് അറിയാം. ഇവരുടെ ദേഹത്ത് തുടരുന്ന ഉത്തരവുള്ളൂ. സംസാരിക്കാം, അതിന് വിലക്കൊന്നുമില്ല. എന്താടാ നെറ്റിയിലൊരു വെട്ട്? നഖം കൊണ്ട് പോറിയതാ. കളിയാക്കാ നീ എന്നെ? അല്ല സാർ, സാറിനെ പോലുള്ളവരെ ഇതൊന്നും കാണുകയും അറിയുകയും ചെയ്യില്ല. ചത്ത് വീഴുമ്പോഴേ അറിയും. പക്ഷെ കാശുള്ളവന്റെ മേത്തൊരു ഇടി വീണാൽ. വാടക്കടാ. നീ ചാരായം കുടിച്ചിട്ടുണ്ടോ? ആ, ചാരായ കമ്പനിയിൽ പണിയെടുക്കും പിന്നെ ചായ കുടിക്കാൻ പറ്റും. തെണ്ടി, ചാരായം കുടിച്ച് പോലീസ് സ്റ്റേഷൻ വിലസാ നീ. സാർ, ഡിവൈഎസ്പി വിളിച്ചറിഞ്ഞ് ഇത്തവണ നീ തടി വരും. പക്ഷെ നീ എന്റെ രക്ഷപ്പെട്ടു വിചാരിക്കണ്ട. നിന്നെ എന്റെ കയ്യിൽ കിട്ടും. അന്നെ നട്ടല്ലേ ഓടിക്കും. അമിതേ, ഞാൻ പോണു. എന്താ വേണ്ട ചെയ്തോട്. നീ എന്ത് വിചാരിച്ചാ സേതുമാധവ ഇറങ്ങി തിരിച്ചിരിക്കണേ? അങ്ങോട്ട് നിന്റെ തടി വരക്കാക്കും. പേടിപ്പിക്കല്ലേ സാറേ. 2 പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ കയറിയാ തീർന്നു ആ പേടി. കോടതി ഹാജരാക്കി എന്നെ വേഗം വിടാൻ നോക്ക്. എനിക്ക് പോയിട്ട് കാര്യമുണ്ട്. പോലീസ് സ്റ്റേഷനിൽ കയറ്റി എന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചടാ. നിന്നെ നിന്റെ അനിയന്മാര് ഇനി അടിക്കും ഞാൻ. ഒരുത്തരം എന്റെ ദേഹത്ത് വിടില്ല. കൂലിത്തല്ലുകാരോ ഇരുട്ടടിക്കാരോ ഉണ്ടെ കൊണ്ടുവാ, നോക്കാം നമുക്ക്. നിന്റെ വായിക്കാത്തുണ്ടോടാ പഴം തള്ളിയിട്ടുണ്ടോ? ഇനി എന്നെ എന്നോട് ബന്ധപ്പെട്ട ആരെങ്കിലും തൊട്ടാ ഈ കൈയുണ്ടല്ലോ, അത് ചവിട്ടി ഓടിച്ച് ഞാനും കേൾക്കും. പത്തടാ. ആശാനെ, വണ്ടി പിന്നാലെ വരട്ടെ, നമുക്ക് നടക്കാം. ആ SI ഇടിയൻ ജോൺ നമ്മൾ ഇടിച്ചെല്ലൂരെന്ന് വിചാരിച്ചിരിക്കുന്ന കാണട്ടെ അവര്. വണ്ടി നമ്മുടെ ചാരാ ഷാപ്പിന്റെ മുന്നിലേക്ക് കിട്ടോ. വണ്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ തടുക്കണം. ഈരിക്കാരന്റെ അപ്പനോ അപ്പനോ അമ്മമ്മേ മക്കളോ പൊടിയോ ആരാള്? വാടാ. എടേ, ആ തീ ഒന്ന് മറച്ചു വെക്കടി. നിന്റെ കഴുത്ത് കണ്ടിച്ചാണ്.
ആശാനെ നിന്റെ കയ്യം കൊട്ടേക്കട്ടെ. അയ്യോ ഞങ്ങളെ രക്ഷിക്കണം. പണിയെടുത്ത് തിന്നാൻ പാടില്ലല്ലേ? ഞങ്ങളെ ഒന്നും ചെയ്യരുത്, ഞങ്ങൾ ഇനി ചെയ്യില്ല. എക്സൈസുകാരെ പോലെ തല്ലേം പിച്ചേം മാന്തോന്നും ചെയ്യില്ല. കൊന്നോളാം ഞങ്ങള്. എന്നെ മനസ്സിലാടാ? അറിയാം. ഇനി നിങ്ങൾ വാറ്റിന്ന് അറിഞ്ഞാലുണ്ടല്ലോ കഴിഞ്ഞാൻ പറ്റും. ദിവാകരൻ വന്നാൽ ഷാപ്പ് നടത്തുന്നത് പുണ്യം കിട്ടാനല്ല. മനസ്സിലായടാ? ആ പെണ്ണുങ്ങളെ പിടിച്ചോട്. കുഞ്ഞമ്മേ ഓടിക്കോടി. ജാനുവാടി. ആശാനെ ദോഷം പറയരുതല്ലോ. നമ്മുടെ മുതലാളി ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല അസല് ചാരായം. കുടിച്ചോ. കാണാൻ ഒരു പെണ്ണ് വന്നിട്ടുണ്ട്. പെണ്ണോ? ആ വാ, അകത്തേക്ക് വാ. എന്താടി ഏട്ടനെ കാണാൻ. നീ ഒറ്റയ്ക്ക് വന്നു? എന്താ ഏട്ടാ ഇതൊക്കെ? സാരമില്ല, ചെറിയൊരു മുറിവ് ഭേദായി. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്ന? അമ്മ കരച്ചിലോട് കരച്ചില്ല. ഹമീദ് സാർ അച്ഛനോട് വിവരങ്ങളൊക്കെ പറഞ്ഞു. നാട്ടിൽ എന്തൊക്കെ കഥകൾ ഏട്ടനെ കുറിച്ചെന്നറിയോ? പണ്ട് കീരിക്കാടൻ ജോസിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഇപ്പൊ ഏട്ടനെ പറ്റി പറയണത്. അതെ, അതാണ് എനിക്ക് വേണ്ടത്. ഏട്ടൻ എന്ത് വിചാരിച്ചിട്ട് എങ്ങനെയൊക്കെ ആവണത്? ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ചെറുത്ത് നിന്നു, പറ്റിയില്ല. പിടിച്ച വഴിക്ക് കിട്ടിയില്ലെങ്കിൽ പോണ വഴിക്ക്. ആർക്കു വേണ്ടിയാണ് ഏട്ടാ ഈ വേഷം? ഞങ്ങൾക്ക് വേണ്ടിയോ അതോ ഏട്ടന് ജീവിക്കാൻ വേണ്ടിയോ? ഏട്ടൻ എങ്ങനെ കഴിഞ്ഞു ഇതിന്? നീ എന്നെ ചോദ്യം ചെയ്യരുത്. നിന്റെ മുമ്പിൽ ഏട്ടൻ ചെറുതായി പോകും മോളെ. നീ കുടുംബത്തിന് വേണ്ടി വേഷം കെട്ടി ആടുന്നവളാണ്. ഏട്ടനും കെട്ടട്ടെ ഒരു വേഷം. എന്തിനാന്നറിയോ? നീ വേഷം കെട്ടി ആടാണ്ടിരിക്കാൻ. വെച്ച് വിളമ്പാൻ ഒരുപാട് ആളുകളുള്ള ഒരു വീട്ടിലേക്ക് നീ കല്യാണം കഴിച്ചു പോകുന്നത് കാണാൻ കൊതിച്ചവനാണ് ഏട്ടൻ. ഏട്ടാ, പോയതൊന്നും തിരിച്ചു പിടിക്കാൻ നമുക്ക് പറ്റില്ല. പറ്റുമടി, പറ്റും. ഏട്ടൻ തിരിച്ചു പിടിക്കും. അമ്പികേട്ടത്തെ, നീ, രമേശൻ, നിങ്ങളൊക്കെ നന്നായി കാണണം ഏട്ടന്. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും, എന്തും. കരയരുത്, നീ സമാധാനായിട്ടിരിക്കെ. ഇനി എന്റെ മോള് നാടകത്തിന് പോകണ്ട. അമ്മയെ ഇപ്പൊ വന്ന് കാണാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അമ്മയെ നീ പറഞ്ഞ് സമാധാനിപ്പിക്കണം. അച്ഛൻ ദേഷ്യത്തിലാണല്ലേ? കുടിച്ചു വരുമ്പോ ഓരോന്നൊക്കെ വിളിച്ചു പറയും. അല്ലെങ്കിൽ വെറുതെ ഓരോന്ന് ആലോചിച്ചിരിക്കണ കാണാം. പാവം, ആരായിരുന്നു നമ്മുടെ അച്ഛൻ? അച്ഛൻ കുടിക്കുന്നതുകൊണ്ട് നീ ദേഷ്യപ്പെടുകയൊന്നും ചെയ്യരുത്. ഉള്ളി നീറി എരിയുമ്പോഴാണ് കുടിക്കാൻ തോന്നുക. എന്നാ ഇനി താമസിപ്പിക്കണ്ട. കമ്പനിയുടെ ജീപ്പ് കൊണ്ട് കൊണ്ടുവിടാം. വേണ്ട ഏട്ടാ, ഞാനൊരു ഓട്ടോ വിളിച്ചു പൊയ്ക്കോളാം. എന്താ പെങ്ങള് വിശേഷിച്ച്? ഒന്നുമില്ല. നാട്ടുകാർ കീരിക്കാടൻ ജോസിന്റെ ചെങ്കോലും കിരീടവും എനിക്ക് തന്നിരിക്കുന്നു. അതിലെന്താ ഇത്ര സംശയം? കീരിക്കാടൻ ജോസിപ്പ് ഒന്നുമല്ല. ആശാന്റെ പേര് കേട്ട ഇപ്പൊ ഞെട്ടും. എന്നെ വീഴ്ത്താൻ ഇനി മറ്റൊരു സേതുമാധവൻ എന്നാണ് വരിക എന്നറിയില്ല. അതിനു മുമ്പ് ചെയ്തു തീർക്കാൻ ഒരുപാടുണ്ട്. അതിന് പണം വേണം. ആശാന് പണത്തിനെ പഞ്ഞം. എത്ര പണം വേണം? ഒന്ന് മൂളിയാ മതി. ആ